അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മളതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കുഞ്ഞാമത ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ പൊരിക്കണത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സാധാ മസാല ഇട്ടിട്ടാനായിട്ട് ചിക്കൻ പൊരിക്കണം. നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഉപ്പ് ഒക്കെ തേച്ചിട്ട് സാധാ ചിക്കൻ പൊരിക്കണ പോലെ തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മളത് നന്നായി പൊരിച്ചെടുക്കട്ടോ. പിന്നെ ഞാനത് ഇവിടെ അവരുടെ അടുക്കള ഇതൊക്കെ ഒന്നിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസിനുള്ള അരി ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ബസുമതി റൈസാണ് കേട്ടോ. അത് ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുക, പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വിരുന്നേര് വന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ ഈ ഫ്രൈഡ് റൈസ്. അത് അങ്ങനെ അവർ ഉണ്ടാക്കണ കണ്ടപ്പോൾ മനസ്സിലായിട്ട് പെട്ടെന്ന് ഇത് ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റും ഉണ്ട്, കുറച്ച് സാധനങ്ങളും മതിയിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ. പിന്നെ ഓവർ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞാമ്മ അതിനുള്ള മുട്ടയൊക്കെ അതാ ഫ്രൈഡ് റൈസിനുള്ള മുട്ട നന്നായി അടിച്ച് വെക്കുന്നുണ്ട്. ഇതൊരു 3 മുട്ടേനെ കേട്ടോ. കുഞ്ഞാമ്മ 2 കിലോ അരിയുടെ ചോറ ഉണ്ടാക്കി. അപ്പോൾ അതൊരു 3 മുട്ടേനെ ഇട്ട. അപ്പോൾ അതൊക്കെ നന്നായി അടിച്ചിട്ട് പിന്നെ തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ബീഫ് ഫ്രൈയും കൂടി ആക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമ്മ ബീഫൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തണുപ്പൊക്കെ അറിയപ്പോൾ അതൊക്കെ ചെറുതാക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, നമ്മളെ പള്ളിക്കന്നൊക്കെ കിട്ടൂല ആക്കിയേക്കുക ആ ഇറച്ചി കേട്ടോ. നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ നന്നായിട്ട് എല്ലാ വീട്ടിലും എല്ലാവരും കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. നമ്മളാ ഭാഗത്ത് പള്ളിക്കൽ നിന്ന് പോലും മര്യാദക്ക് ആർക്കും അങ്ങനെ കിട്ടണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഇതവിടെ നന്നായി മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസിലേക്കുള്ള ക്യാരറ്റ്, ബീൻസ്, പിന്നെ എന്താ പറയുക ക്യാപ്സിക്കം 3 കളർ ഇതൊക്കെ അരിഞ്ഞ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കനും ഇതവിടെ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ വെജിറ്റബിൾസൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞമ്മ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ ക്യാരറ്റും ബീൻസും ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ അതിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി വന്നതിന് ശേഷമാണ് നമ്മൾ ആ ക്യാപ്സിക്കം ഇതൊക്കെ ഇടുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ക്യാരറ്റും ബീൻസും നന്നായി റെഡിയായി വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അതിലേക്ക് പിന്നെ ഉപ്പ് ഇടണം, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഇത് മാത്രമേ ഇതിൽ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മുട്ട ചിക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു വിരുന്നേരമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളി തക്കാളി, നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ ഉള്ളി കുറേ വെട്ടണം, തക്കാളി കുറേ വെട്ടണം, എന്നിട്ട് അത് ഒന്ന് നന്നായി വഴറ്റി വരണം, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പമുള്ള രീതിയിൽ നമുക്ക് കഴിക്കട്ടെ. പിന്നെ കുട്ടികളാണെങ്കിൽ ബിരിയാണിയൊക്കെ നമ്മൾ തിന്നുമ്പോൾ മസാലകളൊക്കെ അങ്ങനെ എടുത്തെടുത്ത് മാറ്റി വെക്കുമല്ലോ. ഇതിൽ നിന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി വെക്കാല്ല കേട്ടോ. ഇത് നമ്മളെ ഈ ക്യാരറ്റും ബീൻസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറ്റി വെക്കാനുള്ള സംഭവങ്ങളില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പിന്നെ നമ്മളിത് കുരുമുളക് പൊടി മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ എരിവിന് ഇതിൽ കുരുമുളക് പൊടിയുടെ ആ ഒരു ഇതാണ് കേട്ടോ ഉള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എളുപ്പമുള്ള രീതിയിൽ. പിന്നെ പല ആളുകളും പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളേതായ രീതിയിൽ ഉണ്ടാക്കുന്നത് ഇതിൽ കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇതിൽ ഷെയർ ചെയ്യണത് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് പറയണത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മളത് സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞമ്മ. പിന്നെ ഞാനിതിൽ കുഞ്ഞാമാനെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അവരൊക്കെ അവിടെ വേറെ കുഞ്ഞാമാനെ മക്കളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവരൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അത് നമ്മളിതൊക്കെ ഒഴിച്ച് നന്നായി സെറ്റായി വന്നതിന് ശേഷം നമ്മളെ ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ആഡ് ചെയ്യട്ടെ. നമ്മളെ പച്ചക്കറിക്ക് അത് ചിക്കൻ പൊരിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി നന്നായി മിക്സ് ആക്കുക കേട്ടോ. അതൊക്കെ നന്നായി അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമ്മളത് നന്നായി കുറച്ചും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റാക്കട്ടെ. ആ ചിക്കനിക്കും കൂടി ആ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവർ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ശനി ഞായറും സ്കൂളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞാറ്റൊക്കെ പൊതുപരീക്ഷയാണ്, അപ്പോൾ മദ്രസ 5ാം ക്ലാസ്സിലല്ലേ, അപ്പോൾ ലീവാക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓണത്തിന് പൂട്ടുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ
ഇന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു കേട്ടോ. 9 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ തിരിച്ച് ചാവക്കാടേക്ക് അങ്ങനെ അങ്ങോട്ട് പോകണമല്ലോ, ശനിയാഴ്ച മദ്രസ ഉള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ അതിലിട്ടതിന് ശേഷം വീണ്ടും ടൊമാറ്റോ സോസും സോയാ സോസും കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു 2 സാധനത്തിന് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ഫ്രൈഡ് റൈസിനുള്ളത്. അപ്പോൾ അതും കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് എന്താ പറയുക സഹകരിക്കണം. നിങ്ങൾക്കറിയാലോ ഞാൻ ചില വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് നമ്മളെ ഒരു എന്താ പറയുക സ്വഭാവമായിപ്പോയി. അത് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ, അത് ഇനി കുറേ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ട് മോഡലായിട്ട് വർത്താനം പറയാൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായ ശൈലിയിൽ തന്നെ കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കനും ക്യാപ്സിക്കും എന്താ പറയുക ക്യാരറ്റും ബീൻസും എല്ലാം ഇതാ നന്നായിട്ട് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായിട്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ടൻ്റെ ഇതുണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രൈ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ മുട്ട കുരുമുളകും മുട്ടയും കൂടിയിട്ട് അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 3 മുട്ടയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അടിച്ചതാണ്. എന്നിട്ട് നമ്മൾ നന്നായി ചിക്കി കൊടുക്കട്ടെ. നമ്മൾ മുട്ടപ്പേരി ഉണ്ടാക്കൂല അതേപോലെ നന്നായി ചിക്കി കൊടുക്കട്ടെ. അപ്പോൾ അതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങൾ വന്നിട്ട് ആകെ ഇവിടെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ തട്ടത്തിൻ്റെ മേലെയും ഷാളിൻ്റെ മേലെയും മുടയുടെ മേലൊക്കെ പെയിൻറ്റൊക്കെ ആയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുക്കളയിലാണ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്, ഗ്രില്ലിൻ്റെ മേലെ ഇതിൻ്റെ മേലൊക്കെ. അപ്പോൾ നമ്മളറിയാതെ അവിടെ ഇവിടെയൊക്കെ പോയി ചാരിക്കുമ്പോൾ അതിൻ്റെ മേലൊക്കെ പെയിൻ്റ് ആയിട്ടാണ്, മുടിമേലും ഇവിടെയൊക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായിട്ട് ഓരോരുത്തർ അവിടെ ഇവിടെ തൊട്ടിട്ട് അത് കഴുകാൻ ഓരോരുത്തർ നടക്കുന്നുണ്ട്, അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും കൂടിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് നേരം പോകണത് അറിഞ്ഞില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ പിന്നെ ഇന്ന് നമുക്ക് അവിടെ അത്യാവശ്യം പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്, അതുകൊണ്ടാണ് ഇന്ന് പോകേണ്ടത്, അല്ലെങ്കിൽ നാളെ പോകുള്ളൂ കേട്ടോ. പിന്നെ അനിയത്തിയും കുട്ടികളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട്, കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പം അവരവിടെ ടൂർ കാര്യങ്ങളൊക്കെ പോണ കാരണമാണ്. പിന്നെ അനിയത്തിക്ക് ഒരു വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, അതുകൊണ്ടാണ് പിന്നെ അവൾ വരാതിരുന്നത്, കുട്ടികളും അവളൊക്കെ വരാതിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവരും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നിട്ട്. പിന്നെ അനിയൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ പിന്നെ അവർ സ്കൂൾ പൂട്ടുമ്പോഴും മദ്രസ ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടാണ്, അവളെ വീട് ആറങ്ങോട്ടരയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോയി. ഇന്നിപ്പോൾ അവരും തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തും കേട്ടോ, മദ്രസ ഉള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ഓണത്തിന് അല്ലേ മദ്രസ സ്കൂളൊക്കെ, കഴിഞ്ഞ ഓണത്തിന് ഒരു 10 ദിവസം മദ്രസ പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് പൂട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്താണെങ്കിൽ നമ്മളെ വീട്ടിൽ കല്യാണമാവും, പിന്നെ നമുക്ക് എവിടെയും വിരുന്നും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് ആ മുട്ട നന്നായി ചിക്കി അത് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് അതും അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ എന്താ പറയുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞാമ്മ അതൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബസുമതി റൈസ് അതിലേക്ക്, അത് പിന്നെ നമുക്കറിയില്ല നമ്മളെ ചോറ് എങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിലിട്ടിട്ട് വേവിച്ചതിന് ശേഷം അത് ഊറ്റിയെടുക്കും കേട്ടോ. എന്നിട്ടാണല്ലോ നമ്മൾ ദമ്മിട്ട്, അതൊക്കെ നമ്മൾ ബിരിയാണി ഇതിലേക്ക് ചെയ്യണ പോലെ തന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ ബീഫ് നന്നാക്കി അവിടെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ബീഫ് റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മസാലകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് നല്ല മസാലയും നമ്മളെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ബീഫ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഈ പള്ളിക്കന്നൊക്കെ കിട്ടിയ ഇറച്ചി പെട്ടെന്ന് വേവിട്ട് അങ്ങനെയല്ല പറയുക, ഉലുവാൻ്റെ ഇറച്ചി കിട്ടിയ പെട്ടെന്ന് വേവെന്നല്ല പറയുക. പക്ഷെ ഇപ്പോഴത്തെ ഇറച്ചികളൊന്നും പെട്ടെന്ന് വേവണില്ല കേട്ടോ. അപ്പം നമുക്ക് പറയേണ്ടത് ചിലപ്പോൾ മൂത്ത പോത്തായിട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വിസിലടിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയത് കേട്ടോ. എന്തായാലും ഒരു 9 മണിയാകുമ്പോൾ ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ടാണ്. ഈ ബീഫ് വേകാൻ കുറച്ച് നേരം വൈകി, അതുകൊണ്ടാണ്. ഫ്രൈഡ് റൈസൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വർത്താനം പറയാം, നമുക്ക് കുറേ കഥകൾ പറയാനുണ്ടാവുമല്ലോ, കുറേ ആയിട്ടില്ലേ വന്നിട്ട്. അപ്പം ഉമ്മയും കുഞ്ഞാമ്മൊക്കെ ഇരുന്ന് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ കുട്ടികൾക്ക് പിന്നെ എവിടെയെങ്കിലും വന്നാൽ അവരെ കളിക്കാനും ഒക്കെ ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് വിശപ്പില്ല. നമ്മൾ വീട്ടിലാകുമ്പോഴാണ് അവർക്ക് ആ കറക്റ്റ് സമയത്ത് നമ്മൾ എന്നും കൊടുക്കുന്ന സമയത്ത് വിശക്കുണ്ട് ഉറങ്ങാണ്ട് പറഞ്ഞിട്ട് വരിക. ഇവിടുന്ന് പിന്നെ ഒരു ശല്യം ഉണ്ടായില്ല. അമ്മയോട് പറഞ്ഞു തന്നിട്ട് കുട്ടികൾക്ക് അവരുടേതായ പ്രായക്കാരെ കാണുമ്പോൾ അവർ കളിക്കുമ്പോഴും കാര്യങ്ങളാകുമ്പോൾ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, ഉറക്കമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ അതാ ചോറും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൂടെ മിച്ചു ഉണ്ടായിരുന്നു കേട്ടോ. മിച്ചുവിൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിച്ചുവിനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഇന്ന് പോകണമെന്ന് പറഞ്ഞ് അവൾക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നാളെ ഉണ്ട്. അപ്പോൾ അവൾക്കും നാളെ ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടാണ്. അമ്മ പറഞ്ഞു ഈയും മിന്നും കൂടിയിട്ട് നാളെ പോരാന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടുന്ന് നാളെ വെള്ളിയാഴ്ച അങ്ങോട്ട് പോയി, പിന്നെ വെള്ളിയാഴ്ച അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ചാവക്കാടേക്ക് പോകണം. രണ്ടും കൂടി ആകുമ്പോൾ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇന്നും തന്നെ ഉമ്മാനെ കൂടെ തിരിച്ചു പോയത്. അല്ലെങ്കിൽ ഞാൻ 2 ദിവസം നിന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ മൂത്തമ്മാൻ്റെ അസുഖത്തിന് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് ഈ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂട് തീരെ സഹിക്കാൻ വയ്യ, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറേ മരുന്നും ഗുളിക ഇതൊക്കെ സൂചി ഇഞ്ചക്ഷനൊക്കെ കുത്തിയത് കൊണ്ട് ഒരു നമ്മൾ ഒറ്റക്ക് നടക്കാനൊന്നും മൂത്തമ്മക്ക് അങ്ങനെ പറ്റണില്ല കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടാണ് മൂത്തമ്മ നടക്കുന്നത് കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ആയില്ലേ. വെന്റിലേറ്ററിൽ നിന്നൊക്കെ പടച്ചോലെ അങ്ങനെയൊക്കെ കയറൊക്കെ അയച്ചു കൊടുത്തല്ലോ. എന്തായാലും എന്താ പറയുക, ഈ വലിയ അസുഖങ്ങളൊക്കെ പടച്ചോനെ എല്ലാവർക്കും മാറ്റി കൊടുക്കട്ടെ. അല്ലേ നമുക്ക് അസുഖങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പറഞ്ഞ സത്യം തന്നെ നമുക്ക് തന്നെ പേടിയാണ്. നമ്മളിപ്പോൾ ഒരാൾക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അസുഖങ്ങളും അതും കൂടി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ആ ലക്ഷണങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ ആന്ന് വിചാരിച്ചിട്ട് നമുക്കും ആദ്യം പിടിക്കൂലേ. അപ്പം ആർക്കും അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പിന്നെ എന്താ പറയുക, ഒരു പെരുന്നാളായാലും ഒരു നല്ല ദിവസമാണെങ്കിലും എല്ലാന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാ കുടുംബക്കാരും കൂടിയിട്ട് നമ്മളെ ഏട്ടത്തി അനിയത്തി അനിയന് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ഒരുമിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അത് നമ്മളൊരു ഇത്തിരി വലിയ വിഭവങ്ങളൊന്നും നമുക്ക് വേണ്ട, അതൊരു ചമ്മന്തിയും ചോറാണെന്നുണ്ടെങ്കിലും അത് എല്ലാവരും കൂടിയിട്ട് തിന്നുമ്പോൾ അത് അതിൻ്റേതായ ഒരു ടേസ്റ്റാണല്ലേ. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഊറ്റിയിട്ട് അതിവിടെ ദമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാമ്മ. ചോറൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ദമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ എന്താ പറയുക, ഞാൻ പറയണം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് പറഞ്ഞത്. അത് മന്തിയും അതേപോലെ തന്നെ ഉണ്ട്. മന്തി ഫ്രൈഡ് റൈസും ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ. പക്ഷേ ചില ആൾക്കാർക്കൊന്നും അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ മന്തിയൊന്നും. അതെന്താ വെച്ചാൽ എന്താണെന്നറിയില്ല, ചിലർക്ക് അത് ഇഷ്ടം, ചിലർക്ക് ആ ബിരിയാണി തന്നെയാവും കേട്ടോ ഇഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ മന്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. എനിക്ക് മന്തി ഇഷ്ടമാണ് കേട്ടോ, മന്തി ഇഷ്ടം. പക്ഷെ കടയത്തെ ആ മന്തിത്തെ ഇറച്ചിയൊന്നും അധികം ഇഷ്ടമല്ല, അധികം വേവാത്ത പോലൊക്കെ തോന്നും കേട്ടോ, അധികം ഇഷ്ടമല്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായി മൊരിക്കുമല്ലോ, അപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ഇട്ട് പിന്നെ നമ്മളെ മുട്ടയും കൂടി ഉണ്ടാക്കിയിട്ട് നന്നായി അത് മിക്സ് ആക്കിയിട്ട് അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടാണ്. അതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവം സെറ്റായിട്ടാണ് കേട്ടോ, അത് റെഡിയായി. അപ്പം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കൂട്ടോ. സംഭവം കണ്ടില്ലേ, മിക്സ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മസാലയൊക്കെ അതിൽ പിടിക്കുമ്പോൾ തന്നെ അത് നല്ല സെറ്റ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ആ ഏറ്റവും കൂടുതലെന്നല്ല, അതിൽ ആകെ ഉള്ളത് ആ കുരുമുളകിൻ്റെ പൊടിയും ആ സോയാ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും ടേസ്റ്റുമാണ് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടാൽ ടേസ്റ്റ്. പിന്നെ ചിക്കനാണല്ലോ അതിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ പൊരിച്ചിട്ടിട്ടുകൊണ്ട് കുട്ടികൾക്ക് നന്നായി ഇഷ്ടമായിട്ടാണ്. പിന്നെ ബീഫ് ഫ്രൈയും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. അങ്ങനെ ഉറങ്ങാനൊക്കെ നേരം വൈകിട്ട്, ഉറങ്ങാനൊക്കെ 12 മണിയാകും. പിന്നെ നമ്മൾ വിരുന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഉറങ്ങുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെ അനിയത്തി അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉമ്മാക്കിட்ட, അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നുണ്ട്, അവൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ പിന്നെ കാറിലെല്ലാവർക്കും കൂടി കൊള്ളില്ല, അവരെന്നെ 4, 5 അവരെന്നെ 6 ആൾക്കാരില്ലേ, അപ്പോൾ കാറിലെല്ലാവർക്കും കൂടി കൊള്ളില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രെയിനിൽ പോകും, നിങ്ങൾ പിന്നെ പിറ്റേ ദിവസം കാറിൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണല്ലോ പിന്നെ ഇവൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇവൾക്കും ഉണ്ണിക്കൊക്കെ ഉണ്ടായിരുന്നു വയറുവേദനയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ അവർ വരായിരുന്നത്. പിന്നെ നമ്മളെ ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഫ്രൈ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉള്ളി പിന്നെ നമ്മൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് എന്താ പറയുക വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കൂട്ട. അപ്പോൾ നമ്മളെ ബീഫ് ഫ്രൈയും റെഡി ആവൂട്ട. അപ്പം അതൊക്കെയുണ്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ. പിന്നെന്താ പ്രത്യേകിച്ച് പിന്നെ പെരുന്നാൾക്കൊക്കെ പിന്നെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെ നോമ്പ് പെരുന്നാൾ പോലെ അത്ര ഒരു ഇതിലുണ്ടാവില്ലല്ലോ. നോമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടില്ലേ, നമ്മൾ കുട്ടികളാണെങ്കിലും എല്ലാവരും നോമ്പ് നോറ്റ് ഇതാകുമ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അതൊരു സന്തോഷം. പക്ഷേ ഹജ്ജ് പെരുന്നാൾ പറഞ്ഞാൽ അത്ര ഉണ്ടാവില്ല. നോമ്പ് ഏറെ ആൾക്കാർ അധികം ഡ്രസ്സ് എടുക്കൂല കേട്ടോ.
ചില ആൾക്കാർ അങ്ങനെ എടുക്കൂല. എന്താ പറയുക, നോമ്പ് പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഏറെ അങ്ങനെ എടുക്കൂല കേട്ടോ. പിന്നെ ഹജ്ജ് പെരുന്നാൾക്കൊക്കെ പിന്നെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ ഇടാനൊക്കെ ഒരു ഡ്രസ്സൊക്കെ എടുക്കുമല്ലോ കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയായിട്ട് എടുക്കാറുള്ളത് സംഭവം. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞാറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ അന്ന് പെരുന്നാളായതുകൊണ്ട് പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കണം, കേക്ക് മുറിക്കണം, അങ്ങനെയൊന്നും ശല്യം ചെയ്തിട്ട് അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവൾ ഹാപ്പി. അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, ബീഫൊക്കെ സെറ്റായി, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.